വർഷങ്ങളായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ മെയിൻ ക്യാമ്പസായ മുത്തോലി ക്യാമ്പസ് നമ്പർ 1 ആണിത്. പാലായിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന് 5 ക്യാമ്പസുകളാണ് ഉള്ളത്. A, B, C ബ്ലോക്കുകൾ അടങ്ങുന്ന മുത്തോലി ക്യാമ്പസ്, ഡോക്ടർ CT കൊട്ടാരം ക്യാമ്പസ്, ഡയമണ്ട് ബ്ലോക്ക് ക്യാമ്പസ്, ചാവറ വാലി ക്യാമ്പസ്, കൂടാതെ 5ാമത്തെയും റെസിഡൻഷ്യൽ ക്യാമ്പസുമായ ഗാലക്സി ക്യാമ്പസ് എന്നിവ. ഇപ്പോൾ മുത്തോലിയിലെ A ബ്ലോക്ക് ക്യാമ്പസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പതാ സമയം ഏകദേശം 7:30 കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾ എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് വന്ന് അവരുടെ ഫസ്റ്റ് സെഷൻ ഓഫ് ക്ലാസ്സുകളിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? ജഹാന, പാർവതി, നേഹ, ആൻഡ്രിയ, യെസ്, തേജസ്വി, പ്രഗത്. നിങ്ങൾ ഏത് ഹോസ്റ്റലാ? തൊട്ടിയിൽ. യെസ്. അപ്പൊ രാവിലത്തെ മോർണിംഗ് സെഷന് വേണ്ടിട്ട് എല്ലാം റെഡി ആണോ? ഹായ് മോനെ, ഏതാ ക്ലാസ്? ഞാൻ I5 JE അഡ്വാൻസ്ഡ് ബാച്ച്. ഏത് ഹോസ്റ്റലാ? അപ്പം നെല്ലിപ്പുഴ ഹോസ്റ്റലാണ്. ഗുഡ് മോർണിംഗ്. യെസ്. എന്താ പേര്? ഫിദ, ഇസ്രിയ, അനഘ, ഐറിൻ, ബൃന്ദ. യെസ്. നിങ്ങൾ ഏത് ഹോസ്റ്റലാ? അഭിനയ. ഓക്കെ. അപ്പൊ രാവിലെ എല്ലാരും ഫ്രഷ് ആയിട്ട് നല്ലൊരു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നതല്ലേ? എല്ലാരും നല്ല എനർജിയിലാന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്താ കഴിച്ചേ? അപ്പം. പിന്നെ ഏതാ ഫസ്റ്റ് സെഷൻ? ഏതാ? ന്യൂറൽ കൺട്രോൾ. ഓക്കെ. ഹായ് മോനെ. ഹായ്. എന്താ മോന്റെ പേര്? അഖിൽ. എവിടെയാ വീട്? കാസർഗോഡ്. ഫസ്റ്റ് സെഷൻ ഏതാ മോന്? മാത്സോ? മാത്സിന്റെ അല്ലേ? അപ്പൊ എക്സൈറ്റഡ് ആണോ ഇന്നത്തെ മാത്സ് ക്ലാസ്സിന് വേണ്ടിട്ട്? അതെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? അരവിന്ദ്. എവിടെയാ വീട് മോനെ? എന്റെ വീട് പെരുമ്പാവൂര്. ഏത് ബാച്ചാ? I8. ഫസ്റ്റ് മോർണിംഗ് സെഷൻ ഏതാ മോന്റെ? മാത്സ്. ഏത് പ്രൊഫസറാ? സോജി സർ. ഓക്കെ. ഇതാണ് നമ്മുടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ മെയിൻ എൻട്രൻസ്, A ബ്ലോക്കിന്റെ, അതായത് ക്യാമ്പസ് നമ്പർ 1ന്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ ഡയറക്ടേഴ്സ് ലോഞ്ചും അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ലോഞ്ചും റിസപ്ഷൻ ഏരിയ, മെയിൻ ഓഫീസ് എല്ലാം വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് നമ്മുടെ ഡയറക്ടേഴ്സ് ലോഞ്ച് ചെയ്യാം. ബ്രില്യന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷന്റെ ഒരു ഓഫീസാണ് ഇത്. സോ നമുക്ക് അകത്ത് നോക്കാം. അകത്ത് ശിവൻ സാറും അങ്ങനെ ബാക്കി എല്ലാവരും ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. നമ്മൾ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് 2005 ജൂണിലാണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഈ മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ഒക്കെ പ്രൊഫഷണൽ മേഖലയിൽ മലയാളികളുടെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പം നമുക്ക് ഒരു കാലഘട്ടം വരെ കോഴ്സുകൾക്കായിരുന്നു പ്രാധാന്യമെങ്കിൽ 2026-30 കാലഘട്ടത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും സ്ഥാപനങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ 2026 ധാരാളം എൻട്രൻസുകളുണ്ട്. നമുക്കറിയാം 35-40ഓളം എൻട്രൻസുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു സ്ഥാപനത്തിൽ പ്രവേശനം നേടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വിവിധ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. അതിൽ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആദ്യത്തെ സെഷൻ കഴിഞ്ഞു, ഒരു 3 മാസത്തോളം കഴിഞ്ഞു. ഇനി ഏറ്റവും പീക്ക് ടൈമിലോട്ട് എത്തുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഇതാണ് മറ്റൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഇവിടെയാണ് വിദ്യാർത്ഥികൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറും 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ OMR ചെക്കിങ്ങും എല്ലാം നടക്കുന്നത്. ബ്രില്യന്റിലെ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ആണിത്. റെഗുലർ ഓഫ്ലൈൻ ക്ലാസുകൾ കൂടാതെ ബ്രില്യന്റ് ലേണിംഗ് ആപ്പിലും യൂട്യൂബിലും വീഡിയോ ക്ലാസ് എത്തിക്കുന്നതിനായി വിപുലമായ സോഷ്യൽ മീഡിയ ടീമും ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള 50ഓളം സ്റ്റുഡിയോകളുമാണ് ഇവിടെയുള്ളത്. സോ നമ്മുടെ ഡയറക്ടേഴ്സ് ലോഞ്ചും അഡ്മിനിസ്ട്രേഷൻ ഓഫീസും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. സോ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ A ബ്ലോക്കിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാം ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സിലും കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇതുപോലെ തന്നെ ബി ബ്ലോക്ക് ഉണ്ട്, സി ബ്ലോക്ക് ഉണ്ട്. സോ എ ബ്ലോക്കിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ് ഇനി നമ്മൾ പോകുന്നത്. സോ നമ്മുടെ എ ബ്ലോക്കിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇവിടെയും നിരവധി ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സിലും നമ്മുടെ കുട്ടികൾ സീരിയസ് ആയിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എ ബ്ലോക്കിൻ്റെ സെക്കൻഡ് ഫ്ലോർ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് എ ബ്ലോക്കിൻ്റെ തേർഡ് ഫ്ലോറിലേക്കാണ്, ഏറ്റവും ടോപ്പ് ഫ്ലോർ. നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ എ ബ്ലോക്കിൻ്റെ തേർഡ് ഫ്ലോർ വരുന്നത്. എല്ലായിടത്തും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സുകളിലാണ്. പ്രൊഫസേഴ്സ് എല്ലാവരും അവരുടെ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ക്ലാസ് റൂമുകളും AC ക്ലാസ് റൂമുകളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ കംഫർട്ടബിളായി തന്നെ പഠിക്കാനുള്ള സാഹചര്യം ബെർലിൻ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സുകളൊന്ന് കാണാം. ഇവിടെ എക്സാമിന് ശേഷമുള്ള ക്യാഷ് പ്രൈസുകൾ നമ്മുടെ കോർഡിനേറ്റർ സ്റ്റുഡൻസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഇതുപോലെ എല്ലാ എക്സാമിന് ശേഷവും മികച്ച മാർക്ക് വാങ്ങുന്ന സ്റ്റുഡൻസിന് മെഡലുകളും ക്യാഷ് അവാർഡുകളും നൽകാറുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയ ക്ലാസ് റൂമുകൾ ബെർലിൻ്റെ പ്രത്യേകതയാണ്. സ്മാർട്ട് ബോർഡ്, ഹൈ സ്പീഡ് വൈഫൈ സംവിധാനങ്ങൾ, AC ക്ലാസ് റൂമുകൾ എന്നിവ ബെർലിനെ വ്യത്യസ്തമാക്കുന്നു. ക്യാമ്പസിലെ എല്ലാ ഫ്ലോറിലും കുട്ടികൾക്കായിട്ട് ശുദ്ധജലം അവൈലബിൾ ആണ്. തിളപ്പിച്ചാർച്ച വെള്ളവും അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറും എല്ലാ ഫ്ലോറിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് റെഫർ ചെയ്യുന്നതിനായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അടങ്ങിയ വിശാലമായ ലൈബ്രറി. എ ബ്ലോക്കിലെ 5 നിലയുള്ള വിശാലമായ ക്യാൻറ്റീനാണ് ഇത്. സോ ഇനി നമ്മൾ ക്യാൻറ്റീനിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കുട്ടികളെല്ലാവരും ലഞ്ച് ബ്രേക്കിന് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. സോ നമുക്ക് ഓരോ നിലകളിലായിട്ട് കാണാം. ബെർലിനിലെ ക്യാൻറ്റീൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ക്യാൻറ്റീൻ ഫ്ലോർ നമുക്കൊന്ന് കാണാം. ഇതാണ് ക്യാൻറ്റീൻ്റെ സെക്കൻഡ് ഫ്ലോർ. ക്യാൻറ്റീൻ്റെ 5 നിലകളിലേക്കും സ്റ്റെയർ കേസ് കൂടാതെ ലിഫ്റ്റ് സംവിധാനവുമുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാൻറ്റീൻ സമുച്ചയത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ, അതായത് 5ാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വശത്ത് ആൺകുട്ടികൾക്കുള്ള ഡൈനിങ് ഏരിയയും മറുവശത്ത് അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള കിച്ചണും സജ്ജീകരിച്ചിരിക്കുന്നു. ബെർലിൻ ക്യാൻറ്റീനുകളുടെ ഒരു വലിയ പ്രത്യേകത എന്നത് വൃത്തിയോടെയും ശുദ്ധിയോടെയുമുള്ള ഭക്ഷണമാണ്. ഈ കാണുന്ന ഫ്ലൈ ഓവർ പാസേജ് ക്യാമ്പസിൽ നിന്നും ഡയറക്റ്റ് ക്യാൻറ്റീനിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാമ്പസിൽ നിന്നും മാത്രമല്ല
അടുത്തുള്ള ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് ക്യാൻറ്റീനിലേക്ക് എത്തുന്നതിനായി 100 മീറ്റർ നീളമുള്ള ഒരു വലിയ ഫ്ലൈ ഓവർ പാസേജും ഇവിടെയുണ്ട്. ബ്ലോക്കിൻ്റെ വിശേഷം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ബി ബ്ലോക്കിലേക്കാണ്. ബി ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് നിങ്ങളീ കാണുന്നത്. സോ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. സോ ഇതാണ് ബി ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ്. ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, ഷൂട്ട് ചെയ്യാനും ആഡ് ചെയ്യാനും എല്ലാമായിട്ട് നമ്മുടെ സ്റ്റുഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് റൂമും ക്ലാസ്സുകളുമാണ് ഈ ഫ്ലോറിലുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. ഇതാ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. ബി ബ്ലോക്കിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് പ്രൊഫസേഴ്സ് റൂം വരുന്നത്. ഇവിടെയാണ് കുട്ടികളെല്ലാവരും നമ്മുടെ പ്രൊഫസേഴ്സിനെ കാണാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുമുള്ള പ്രൊഫസേഴ്സ് ഏരിയ ആണ് ഇത്. നമ്മുടെ 2026 മെയ് നീറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നമ്മൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളുടെ സഹപ്രവർത്തകരും പിന്നെ സ്റ്റുഡൻസും ഒക്കെ ഇങ്ങനെ അതിനുവേണ്ടി നല്ല പ്രിപ്പറേഷനിലാണ്. നമ്മുടെ 14 സെന്ററുകളിലായി പല പ്രൊഫസേഴ്സ് പല ഷിഫ്റ്റിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അക്കാഡമിക് ഇയർ ഏറ്റവും സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ടീച്ചിങ് പരിപാടികളൊക്കെ പൂർവാധികം ശക്തിയായിട്ട് വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അതിയായ ഉറപ്പുണ്ട്. ഇന്ത്യയിലെ തന്നെ മികച്ച അധ്യാപകരുടെ ഒരു വലിയ ടീമും കൃത്യമായ പ്ലാനിങ്ങിനും പ്രിപ്പറേഷനുമായി ശക്തമായ ഒരു ടൈം ടേബിൾ മാനേജ്മെന്റ് ടീമുമാണ് വിദ്യാർത്ഥികൾക്കായി ഇവിടെയുള്ളത്. നമ്മൾ നമ്മുടെ തേർഡ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇവിടെയാണ് നമ്മുടെ ക്ലാസ് റൂമുകളും ഒരു സ്റ്റാഫ് റൂമും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയും ഈ ഫ്ലോറിലുണ്ട് ബി ബ്ലോക്കിൽ. യെസ്, ഏറ്റവും ടോപ്പ് ഫ്ലോറാണിത്. ഇവിടെ ക്ലാസ് റൂമുകളും പതിവ് പോലെ ഒരു സ്റ്റാഫ് റൂമുമാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ ലിഫ്റ്റ് സൗകര്യവും നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ ഫ്ലോറിലേക്കും ബി ബ്ലോക്കിൽ നിന്നും സി ബ്ലോക്കിൽ നിന്നൊക്കെ നമുക്ക് ലിഫ്റ്റ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. സോ കുട്ടികൾക്ക് ഈസി ആയിട്ട് സ്റ്റെപ്പ് വഴിയോ തിക്കും തിരക്കുമില്ലാതെ സ്റ്റെപ്പ് വഴിയും ലിഫ്റ്റ് വഴിയും അവർക്ക് എല്ലാ ഫ്ലോറിലേക്കും കയറി ഇറങ്ങാം. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സി ബ്ലോക്കിലെ 4th ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഫ്ലോറിലെ എല്ലാ ക്ലാസ് റൂമുകളും സെൻട്രലൈസ്ഡ് AC സംവിധാനത്തോടു കൂടിയുള്ളതാണ്. സി ബ്ലോക്കിൻ്റെ 3rd ഫ്ലോറാണിത്. ഇവിടെ സ്റ്റാഫ് റൂമുണ്ട്, ക്ലാസ് റൂമുണ്ട്, അതുപോലെ തന്നെ ബി ബ്ലോക്കിനെയും സി ബ്ലോക്കിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിഫ്റ്റുമുണ്ട്. സി ബ്ലോക്കിൻ്റെ 3rd ഫ്ലോറിലാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. സോ സി ബ്ലോക്കിൽ 2 സൈഡിലായിട്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഓരോ ഫ്ലോറിലേക്കും കയറി ഇറങ്ങാനും ലിഫ്റ്റും സൗകര്യം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. സോ സി ബ്ലോക്കിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ആസ് യൂഷ്വൽ ക്ലാസ്സുകളുണ്ട്. അതോടൊപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. സോ ഇതാണ് നമ്മുടെ സി ബ്ലോക്കിൻ്റെ 1st ഫ്ലോർ. ഇവിടെ ക്ലാസ് റൂമുകളുണ്ട്, അതേപോലെ 2 സൈഡിലും നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയുണ്ട്. കൂടാതെ എല്ലാ ഫ്ലോറിലും ഇതുപോലെ കോയിൻ ബോക്സുകളും വെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീടുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ഫ്ലോറിലും ഇതുപോലെ കോയിൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് യെസ്, ഫൈനലി നമ്മുടെ സി ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലും ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് റൂമുകളുമുണ്ട്. സോ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് റിഫ്രഷ്മെൻറ്റ് ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
കുട്ടികൾക്കായി ആയിരക്കണക്കിന് ബുക്കുകൾ അടങ്ങിയ റെഫറൻസ് ലൈബ്രറിയും റെഫറൻസിനായി ഇരുന്നു പഠിക്കുവാനുള്ള സംവിധാനവും ഇവിടെ സജ്ജമാണ്. ഇതാണ് ബുർലിൻ സ്റ്റഡി സെന്ററിന്റെ ഈ ബ്ലോക്ക്, അതായത് പാലാ ബേക്കറി, നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അടങ്ങുന്ന എല്ലാ സെക്ഷൻസും ഉള്ള ഈ ബ്ലോക്കാണിത്. ഇവിടെ തന്നെ നമുക്ക് ഗസ്റ്റ് റൂമുണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്. സോ അതെല്ലാം കാണാനാണ് നമ്മൾ പോകുന്നത്. ബുർലിനിലെ ഈ ബ്ലോക്കിലെ ഒരു അക്കൗണ്ട് സെക്ഷനാണിത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഗസ്റ്റ് റൂമാണ്, അതിൻ്റെ മേളിൽ ഓഡിറ്റോറിയം. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ ബുർലിൻ സ്റ്റഡി സെന്ററിന്റെ എ ബ്ലോക്കിന്റെ ഓഡിറ്റോറിയം ആണ് ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഏതാനും കുറച്ച് ബാച്ചുകൾക്ക് നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള അവയർനെസ് നൽകുന്നതിനായി നമ്മുടെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാം കുറച്ച് ബാച്ചുകൾക്ക് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണ് ഇതാ ഇപ്പോൾ. സോ ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താ മോളുടെ പേര്? റയോണ. എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. ഏതാ മോളെ ബാച്ച്? ഇവിടെ ബാച്ച് Q16. ഓക്കെ. അപ്പം സാറിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇപ്പം എക്സാമിനെ കുറിച്ച് ഒരു അവയർനെസ് ഒക്കെ കിട്ടിയില്ലേ? ആ. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു എക്സാമിന്റെ കാര്യങ്ങളൊക്കെ? ഇപ്പൊ സാർ ഒരു അവയർനെസ് നിങ്ങൾക്ക് തന്നല്ലോ. അപ്പൊ എക്സാമിനെ കുറിച്ച് ഇനി കൂടുതലും അടുക്കുന്നതിനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് മോളുടെ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പോകുന്നത്? പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നു. എറണാകുളം. ഏത് ഹോസ്റ്റലാ? വന്ദന. എങ്ങനെയുണ്ട് മോളുടെ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എങ്ങനെയാ, എന്തൊക്കെ കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്? മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, NCERT വായിക്കുക. ഓക്കെ. ഹായ്, എന്താ പേര്? ജോർജ്. ഏത് ഹോസ്റ്റലാ? ഞാൻ പൂരയിടത്തിൽ ഇവിടെ അടുത്ത് തന്നെയാണ്. എങ്ങനെയാ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി? യൂസ്ഫുൾ ആണ്, ഇനി സ്കോർ ചെയ്യാൻ പറ്റും. ഹായ്, ഹായ്. എന്താ പേര്? ഇസാൻ. ഓക്കെ. ഏത് ഹോസ്റ്റലാ? പുത്തൻമടം. ഓക്കെ. എങ്ങനെയുണ്ട് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായി. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ട് നോക്കും. ഓക്കെ. ഇങ്ങോട്ട് സോ ഇതാ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഓഫ് ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻ്റർവെൽ ആയിരിക്കുകയാണ്. സ്റ്റുഡൻസ് എല്ലാവരും ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ചെറിയൊരു സ്നാക്സ് എൻജോയ് ചെയ്യുന്നതിനായിട്ട് ഇതാ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെ സ്റ്റുഡൻസിന് വേണ്ട എല്ലാ റിഫ്രഷ്മെൻറ്റ് ഏരിയാസും നൽകിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കോഫി, സ്നാക്സ് എല്ലാം. ഫ്രൂട്ട് സ്റ്റോൾ ആണെങ്കിലും അങ്ങനെ എല്ലാം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. സോ ദാറ്റ് സ്റ്റുഡൻസിന് ആർക്കും പുറത്ത് ഒരാവശ്യത്തിന് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഹായ്. എന്താ പേര്? ഹൃദ്യ. ഓക്കെ. തൃഷ. ശ്രേയ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്റർവെൽ ടൈമിൽ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയൊക്കെ വന്നതല്ലേ പാലാ ബേക്കറിയിൽ? സോ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്നാക്ക്? ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഏത്? ചിക്കൻ റോൾ. ചിക്കൻ റോൾ. മോൾക്കും? യെസ്. 3 പേരും ചിക്കൻ റോൾ ഫാൻസ് ആണോ? അപ്പോൾ പറ്റുമ്പോഴെല്ലാം വന്നിങ്ങനെ ചിക്കൻ റോൾ കഴിക്കും? യെസ്, വെരി ഗുഡ്. ഫേവറേറ്റ് സ്നാക്ക് എന്ന് പറയുകയാണെങ്കിൽ വാൻചോ പേസ്ട്രി തന്നെയാണ്. പേസ്ട്രീസ് ഒക്കെ ഇഷ്ടമാണോ? ആ, ഒരു സത്യം പറയാതെ ഞാൻ ഈ ചില്ല് ക്ലാസ്സിൻ്റെ അകത്തുള്ള എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഞ്ചോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മാക്സിമം ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് കഴിക്കാറുണ്ട്. ഇപ്പൊ ലഞ്ച് ടൈമിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതല്ലേ? അപ്പൊ ഇവിടെയുള്ള ബേക്കറി എല്ലാം, റിഫ്രഷ്മെന്റ് ഏരിയ, കഫറ്റീരിയ എല്ലാം ഇഷ്ടമായിട്ട് ഇടയ്ക്ക് വരാറുണ്ട് ഇങ്ങോട്ട്? ഓക്കെ, താങ്ക് യു. പാലാ ബേക്കറിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താ? ഷേക്ക്, ന്യൂട്ടെല്ല ഷേക്ക് ഇഷ്ടമാണ്. ന്യൂട്ടെല്ല ഷേക്ക്. ഓക്കെ. അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വീറ്റാ, അങ്ങനെയൊക്കെ. മോന്റെ നാട് എവിടെയാ? എൻ്റെ നാട് കന്യാകുമാരി. കന്യാകുമാരി. ഓക്കെ. ചിക്കൻ ടിക്ക പപ്സ് അല്ലേ മേടിച്ചേ? ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക് ചിക്കൻ ടിക്ക പപ്സ്? ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു. ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്തത്? ആണ്. മോള് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചിക്കൻ ടിക്ക പപ്സ്? ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇത് നാട്ടിൽ കിട്ടുമോ?
ഇല്ല ഇല്ല. പാലായി വന്നിട്ടാണോ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്? അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ? അതെ, ഓക്കെ. ഹായ്. ഹായ്. ചേച്ചിയുടെ പേരെന്താ? കാർത്തിക. ഓക്കെ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ പോകുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്നാക്ക് ഏതായിരിക്കും? സ്നാക്സ് ചിക്കൻ ടിക്ക എന്ന് പറയും. ചിക്കൻ ടിക്ക, ചിക്കൻ റോള്. അപ്പോൾ ഡ്രിങ്ക്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഡ്രിങ്ക്സിൽ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ, പിന്നെ കൂടുതൽ ഷേക്കാണ് പോകുന്നത്. ഷേക്സ് അല്ലേ പോകുന്നത്? അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടികൾക്കും ഉണ്ട്, ടീച്ചേഴ്സ് സ്റ്റാഫും ഉണ്ട്. ഈ ഔട്ട്ലെറ്റ് കൂടാതെ എ ബ്ലോക്കിൽ പാലാ ബേക്കറിയുടെ മറ്റൊരു ഔട്ട്ലെറ്റ് കൂടി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പത്തനംതിട്ട MP ആന്റോ ആന്റണി സാർ ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഹായ്, എന്താ പേര്? നിരഞ്ജൻ. നിരഞ്ജൻ. ഏതാ ബാച്ച്? X19. അപ്പോൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ ഹങ്കർ ബേക്കറിൽ? ചുമ്മാ. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് സ്നാക്ക് ഏതാ ഹങ്കർ ബേക്കറിലെ? ഇപ്പോൾ ഉള്ളതിൽ കോളിഫ്ലവർ ഫ്രൈ. കോളിഫ്ലവർ ഫ്രൈ. Fry. ഓക്കെ. എന്താ പേര്? മെഹറൂഷ്. ഓക്കെ. എവിടെ വീട്? പാലക്കാട്. പാലക്കാട്. തൃശ്ശൂർ. അപ്പോൾ പാലക്കാടും തൃശ്ശൂരും പല വെറൈറ്റീസ് ഓഫ് ഫുഡാണ്. നിങ്ങൾ ഡിഫറെൻറ്റ് ഫുഡ് രീതിയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്താ ഹങ്കർ ബേക്കറിലെ? ഹങ്കർ സാൻഡ്വിച്ച്. നല്ലതാണ്. ഓക്കെ. മോൾക്ക് ഏറ്റവും ഫേവറേറ്റ്? ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്. ഓക്കെ. സി ബ്ലോക്കിന് ഓപ്പോസിറ്റുള്ള സ്നാക്സ് പാർലർ വിത്ത് ഫ്രൂട്ട് സ്റ്റോൾ ആണ് ഈ കാണുന്നത്. നിങ്ങൾ ഫ്രൂട്ട് സലാഡ് അല്ലേ കഴിച്ചേ? എങ്ങനെയുണ്ട് ഫ്രൂട്ട് സലാഡ്? നല്ലതാണ്. ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ചായയും പപ്സ് അവിടെ. ചായയും പപ്സും ഫാനാണ്. ഓക്കെ. ക്യാമ്പസിലും ഹോസ്റ്റലുകളിലും കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനായി സീനിയർ ഡോക്ടറുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും മെഡിക്കൽ ടീം ഇവിടെ സജ്ജമാണ്. സോ നമ്മുടെ ബെർലിനിലെ വിദ്യാർത്ഥികൾക്ക് വലിയ സപ്പോർട്ടും താങ്ങും തണലുമായിട്ട് നമ്മുടെ ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ബെർലിനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കൗൺസിലിംഗ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ ഐസക് തോമസ് സാറാണ്. നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. കുട്ടികളുടെ പഠന വേളയിൽ അതിപ്പോ പഠനം വളരെ ഉന്നതമായ നിലയിൽ വെരി കോമ്പറ്റീറ്റീവ് ആവുമ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനെ തരണം ചെയ്യാൻ അവർക്കൊരു സഹായം, ഇപ്പോൾ അവരുടെ മാനസികപരമായ ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ഈ ഒരു സർവീസ് എന്തുകൊണ്ടും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സർവീസ് നമുക്കിവിടെ ഒരു ടീമുണ്ട്. അവരെല്ലാവരുമായിട്ട് ഒത്തിണങ്ങി ഞങ്ങൾ ഈ ഒരു സർവീസ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഏതൊരു ബുദ്ധിമുട്ട് ഈ ഒരു പഠനത്തിൽ അവരുടെ പ്രിപ്പറേഷൻ പീരീഡിൽ അവരനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ എന്താണെങ്കിലും അതെല്ലാം വളരെ സമൃദ്ധമായ രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഉദ്ദേശം. കുട്ടികൾക്ക് താങ്ങായും തണലായും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായി ഒരു വലിയ മെന്റർ സംവിധാനമാണ് ഇവിടെയുള്ളത്. കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നതിനായി ക്ലാസുകൾ നടക്കുന്ന എല്ലാ ഫ്ലോറുകളിലും അതത് ബാച്ചുകളുടെ മെന്റേഴ്സിന് ഇരിക്കാൻ സ്പേഷ്യസ് ആയിട്ടുള്ള ഹൈടെക് സ്റ്റാഫ് റൂമുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ബെർലിനിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഏത് സമയത്തും കുട്ടികൾക്ക് ആക്സസ് ചെയ്യാവുന്നതുപോലെ ATM സംവിധാനവും ബാങ്കിംഗ് സംവിധാനവും ബെർലിൻ ക്യാമ്പസിനുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് നിമ്മി. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുത്തോലി ബ്രാഞ്ചിലെ മാനേജറാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററും തമ്മിൽ ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ബ്രില്യൻറ്റിൻ്റെ മെയിൻ ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ബ്രില്യൻറ്റിൻ്റെ ബാങ്കിങ് റിലേഷൻഷിപ്പ്, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സ്റ്റുഡൻസിൻ്റെ എല്ലാം ബാങ്കിങ് റിലേഷൻഷിപ്പിന് ഞങ്ങളെപ്പോഴും ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളോടെ റെഡിയാണ്. ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസുകളിലെല്ലാം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ATM സജ്ജീകരണങ്ങളുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് സൗകര്യങ്ങളും നമ്മുടെ ബ്രാഞ്ചിൽ അവൈലബിൾ ആണ്. ആർക്കും എപ്പോഴും എവിടെ വെച്ചും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബെർലിനിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ബെർലിനിൽ സംവിധാനമുണ്ട്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മറ്റ് സന്ദർശകർക്കുമായി
എ ബ്ലോക്കിന്റെ വിവിധയിടങ്ങളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മാനേജ്മെന്റിനൊപ്പം ബുർലിനിന്റെ പ്രവർത്തനത്തെ അനുദിനം നിയന്ത്രിക്കുന്ന ശക്തമായ കോർഡിനേറ്റേഴ്സ് ടീം. 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള റിപ്പീറ്റർ റിപ്പീറ്റർ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ക്ലാസ്സുകൾ ജനുവരി ആദ്യത്തെ ആഴ്ചയിലൂടെ അവസാനിപ്പിക്കുക, അതിനുശേഷം മോഡൽ എക്സാമിലൂടെ കുട്ടികളെ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ, ഇത് രണ്ടും കൂടെ കൂടി ചേർന്നുണ്ടാകുന്ന റിസൾട്ടാണ് ബ്രില്യൻറ്റിനെ ഇത്രയും ഈ 41 വർഷം കൊണ്ട് 1.25 ലക്ഷത്തോളം ഡോക്ടർമാരെയും 1.25 ലക്ഷത്തോളം എഞ്ചിനീയർമാരെയും രാജ്യത്തിനും കേരളത്തിനും മലയാളികൾക്ക് മൊത്തത്തിൽ ഒരു സംഭാവന നൽകാനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെന്ററിന് സാധിച്ചു. നമ്മളിപ്പോൾ കണ്ടറിഞ്ഞ അക്കാഡമിക് മികവിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ആകെത്തുകയാണ് ഈ കാണുന്ന ബുർലിനിന്റെ 10 മാറ്റുള്ള റിസൾട്ട്. അങ്ങനെ ബുർലിൻ സ്റ്റഡി സെന്ററിലെ മുത്തോലി ക്യാമ്പസ്, അതായത് ക്യാമ്പസ് നമ്പർ 1 വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇങ്ങനെയാണ് ഓരോ വർഷവും ബുർലിൻ സ്റ്റഡി സെന്ററിലെ വിജയികളെ വാർത്തെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്. Brilliant Study Center, India's #1 coaching center for NEET and JEE.